പുതുപ്പാടി അടിവാരത്ത് രാത്രിയിൽ വീട്ടുമുറ്റത്തു നിന്നും മോഷണം പോയ സ്കൂട്ടർ അയൽവക്കത്തെ വീട്ടുമുറ്റത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പെട്ടികൈ സുലൈമാന്റെ വീട്ടിൽ നിന്നും വ്യാഴാഴ്ച രാത്രിയാണ് സ്കൂട്ടർ മോഷണം പോയത്. വാഹന ഉടമ സുലൈമാൻ താമരശ്ശേരി പോലീസിൽ പരാതി നൽകി. പുതുപ്പാടി അടിവാരം സ്വദേശി പൊട്ടിക്കൈ സുലൈമാന്റെ വീട്ടിൽ നിന്നും വ്യാഴാഴ്ച രാത്രി മോഷണം പോയ സ്കൂട്ടറാണ് വെള്ളിയാഴ്ച രാവിലെ അയൽപക്കത്തെ വീട്ടുമുറ്റത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്കൂട്ടറിന്റെ നമ്പറായ KL 57Q7705 എന്ന പ്ലേറ്റ് അഴിച്ചുമാറ്റി പകരം ഇരുഭാഗത്തും KL 57G 9635 എന്ന നമ്പർ പ്ലേറ്റ് സ്ഥാപിച്ച നിലയിലാണ് സ്കൂട്ടർ തിരികെ ലഭിച്ചത്. സ്കൂട്ടറിലെ കണ്ണാടികളും മോഷ്ടാക്കൾ അഴിച്ചെടുത്തിട്ടുണ്ട്. 15 ദിവസങ്ങൾക്ക് മുമ്പ് സ്കൂട്ടറിന്റെ താക്കോൽ നഷ്ടപ്പെട്ടിരുന്നതായും പിന്നീട് കൈവശമുണ്ടായിരുന്ന മറ്റൊരു താക്കോൽ ഉപയോഗിച്ചാണ് സ്റ്റാർട്ടാക്കിയതെന്നും സുലൈമാൻ പറഞ്ഞു. എൻ്റെ രാത്രി ഇന്നലെ വീട്ടിൽ വണ്ടി നിർത്തിയിട്ടായിരുന്നു. 10 മണിക്ക് വണ്ടി നിർത്തിയിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങി. രാവിലെ ഒരു 8 മണിയായപ്പോഴാണ് പിന്നെ അടിവാരത്ത് പോകാൻ വേണ്ടി നോക്കുമ്പോൾ വണ്ടി കാണുന്നില്ല. അങ്ങനെ വണ്ടി കാണുന്നില്ല എന്നുമ്പോൾ അന്വേഷണമൊക്കെ നടത്തിയ ഒരു പരാതി അന്വേഷണം കണ്ടു കിട്ടാത്തതുകൊണ്ട് അടിവാരം ഹെഡ് പോസ്റ്റിൽ പോയി പരാതി പറഞ്ഞപ്പോൾ പിന്നെ അവിടുന്ന് പറയാം താമരശ്ശേരിയാണ് ഇതുള്ളത്, അവിടെ താമരശ്ശേരി പരാതി എടുക്കണമെന്ന് പറഞ്ഞ് റോഡുമലേക്ക് ഇറങ്ങിയ സമയത്ത് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് അടുത്ത പെണ്ണുങ്ങൾ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ വണ്ടി ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് കൊണ്ട് നിർത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞു. അങ്ങനെ വണ്ടി തിരഞ്ഞ് എടുക്കാൻ വേണ്ടി വണ്ടി പോയി നോക്കുമ്പോഴേക്ക് വണ്ടിൻ്റെ നിലവിലുള്ള രണ്ട് നമ്പർ പ്ലേറ്റും കഴിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. 2 ഗ്ലാസും കഴിച്ചു പോയിട്ടുണ്ട്, നമ്പർ പ്ലേറ്റും കഴിച്ചു പോയിട്ടുണ്ട്. എന്നിട്ട് അതിന് പകരം വേറൊരു നമ്പർ പ്ലേറ്റ് വണ്ടീൻ്റെ മുകളിൽ ഫിറ്റാക്കിയാണ് ചെയ്തിട്ടുള്ളത്. വാഹനം മോഷ്ടിച്ച് നമ്പർ പ്ലേറ്റ് മാറ്റി കുറ്റകൃത്യങ്ങൾ നടത്തുന്ന സംഘമാണ് മോഷണത്തിന് പിന്നിലെന്നാണ് സംശയം. മോഷണം സംബന്ധിച്ച് വാഹന ഉടമയായ സുലൈമാൻ താമരശ്ശേരി പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി.